തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കൊടുങ്ങാനൂർ എന്ന സ്ഥലത്ത് നല്ല മനോഹരമായി പണിതിരിക്കുന്ന ഒരു പോഷ് വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 8.5 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. ലോറി സൈറ്റ് തന്നെയാണ് വീട് വരുന്നത്. 4.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്ന വീട്. കിഴക്ക് ദർശനം തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. നല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു എലിവേഷനും അതുകൂടാതെ തന്നെ മനോഹരമാക്കുവാനായിട്ട് ഗ്ലാഡിംഗ് ടൈൽസും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് തന്നെ നിർമ്മിച്ച് മനോഹരമാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് പണിതിരിക്കുന്നത്. ഇനി വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലൂടെ പോകാം. കൂടുതൽ ഡീറ്റെയിൽസിലൂടെ പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. ഈ കാണുന്ന ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ഡ് ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഗാർഡന്റെ പ്രൊവിഷനും ഈ ഫ്രണ്ടേജിൽ നൽകിയിട്ടുണ്ട്. 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. അതിൽ ഒരെണ്ണം കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ സിറ്റ് ഔട്ട്. 6x9 ആണ് സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ലിവിംഗ് ഏരിയ. 10x20 ആണ് ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് മുഴുവനും ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ വയറിംഗ് മുഴുവനും V-Guard എന്ന കമ്പനി വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയ നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു TV യൂണിറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വാൾ ആർട്ടൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. LED സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഇന്റീരിയർ മുഴുവനും ഒന്ന് എടുത്തു പറയേണ്ട ഒന്ന് കാര്യം തന്നെയാണ്, പ്രീമിയം ലുക്കിൽ തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. ഒരു സെൻട്രൽ പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത്. ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ തന്നെ അതിൽ സെറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ. 10x20 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. LED ഗ്ലാസ് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബാർ ചെയറും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ആദ്യം ഈ പാർട്ടീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് വന്നിട്ടുള്ളത്. പ്രീമിയം വർക്കാണ് ചെയ്തിട്ടുള്ളത്. 12x15 ആണ് കിച്ചന്റെ ഡയമെൻഷൻ. നാനോ വൈറ്റിന്റെ ഫുൾ ബോഡി സ്ലാബാണ് കിച്ചൺ സ്ലാബായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ പണിതിട്ടുള്ളത്. ചിമ്മിനിയൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൺ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. 6x12 ആണ് വർക്ക് ഏരിയ ഡയമെൻഷൻ. ഉഡൻ പാറ്റേണിൻ്റെ ടൈൽസ് ആണ് വർക്ക് ഏരിയയിൽ വന്നിട്ടുള്ളത്. ഒരു സിങ്കും കൂടാതെ തന്നെ കബോർഡും സെറ്റ് കൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ചെറിയൊരു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വീടിന് CCTV ക്യാമറ ഇൻബിൽഡ് ആണ്. അപ്പോൾ CCTV ക്യാമറയുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്ഥലം ആണ് ഈ കാണുന്നത്. നമുക്കിത് മെയിനായിട്ട് വന്നിരിക്കുന്ന വീടിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 16x15 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. ഹോൾ റൂംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ഹിൻഡ് വെയറും RAKന്റെ പ്രോഡക്ട്സും തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. പോകുന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ LED സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. തേക്കുടിൽ പണിയെഴുപ്പിച്ച ഹാൻഡിൽസ് ആണ് നമുക്ക് ഹാൻഡിൽസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. പ്രീമിയം ലുക്കിൽ വരുന്ന കജേരിയുടെ ബ്ലാക്ക് ഗ്രിപ്ഡ് ടൈൽസ് ആണ് സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോഴത്തേക്കും വരുന്ന ചുമര് മുഴുവനും വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാൾ. L ഷേപ്പിൽ തന്നെയാണ് ഹാൾ വന്നിട്ടുള്ളത്. 20x16 ആണ് ഹാളിൻ്റെ ഡയമെൻഷൻ. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലും TV യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ഓപ്പൺ ടെറസ് കൂടാതെ ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 14x15 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ റൂംസ് എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 15x16 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം.
ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. 12x11 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ റൂമിൽ വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ഇനി നമുക്ക് വീടിൻ്റെ ഒരു ഓപ്പൺ ബാൽക്കണിയിലോട്ട് പോകാം. ഈ ഒരു ഓപ്പൺ ബാൽക്കണി നമുക്ക് മെയിൻ ടെറസിലോട്ട് പോകാനുള്ളൊരു എൻട്രൻസ് ആണ്. പോളി കാർബൺ ഷീറ്റും കൂടാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ വരുന്ന ഗ്രീൻ മാറ്റൊക്കെ ഈ ഭാഗത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനൊക്കെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓപ്പൺ ബാൽക്കണിലോട്ട് പോകുന്ന സ്ഥലത്ത് തന്നെ ടെറാക്കോട്ടയുടെ മെറ്റീരിയൽസ് വെച്ചിട്ട് നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 8x15 ആണ് ബാൽക്കണി ഡയമെൻഷൻ. ലൈവ് പ്ലാന്റ്സും കൂടെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.